പലതരം ചേരുവകൾ. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റിയും സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീ കേക്ക് ആട്ടോ റെഡിയാക്കുന്നത്. നമ്മൾ ഇതിലേക്ക് 2 എഗ്ഗ് ചേർക്കുന്നുണ്ട്. എന്നാൽ അതിന്റെ ചൊകയൊന്നും വരുന്നില്ല. നല്ലൊരു റിച്ച് ടേസ്റ്റ് ആട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന. മെയിൻ ആയിട്ടുള്ള കാര്യം ബീറ്റർ ഓവൺ ഒന്നും വേണ്ട. ഇതിന്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് വെറും 5 മിനിറ്റ് മതി കേട്ടോ. ബേക്ക് ചെയ്യാൻ ഒരു 30 മിനിറ്റ് വേണ്ടി വരും. കേക്കിന്റെ ബാറ്റർ റെഡിയാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇലക്ട്രിക് ബീറ്റർ ഉള്ളവര് അത് വെച്ചിട്ട് ചെയ്യുക, അല്ലാത്തവര് ഇതേ രീതിയിൽ മിക്സിയുടെ ജാറിൽ ചെയ്യാട്ടോ. ആദ്യം തന്നെ 2 മുട്ട മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് 7 സെക്കൻഡ് ഹൈ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്യുക. അതിനുശേഷം കേക്കിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് വേണ്ടത്. സാധാരണ നോർമൽ പഞ്ചസാര അല്ല കേട്ടോ, പൊടിച്ച പഞ്ചസാര 1 കപ്പാണ്. സാധാരണ പഞ്ചസാര 3/4 കപ്പ് എടുത്ത് പൊടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1 കപ്പിന്റെ മുകളിലൊക്കെ ഉണ്ടാവും. വീഡിയോയിൽ കാണിച്ചതുപോലെ 3 പ്രാവശ്യമായിട്ട് കുറച്ചായിട്ട് ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഹൈ സ്പീഡിൽ 7 സെക്കൻഡ് വെച്ച് ബീറ്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാര കംപ്ലീറ്റ് ഇട്ട് ബീറ്റ് ചെയ്തെടുത്ത ശേഷം പൈനാപ്പിൾ എസെൻസ് 1/2 ടീസ്പൂണും കൂടി ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഈ ബാറ്റർ ഒരു ബൗളിലേക്ക് മാറ്റി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്കൊരു പണി ചെയ്യാനുണ്ട്. ഇതൊരു 50 ഗ്രാം ബട്ടർ ആട്ടോ. 50 ഗ്രാം ബട്ടർ എന്ന് പറയുന്നത് നന്നായിട്ട് നിറച്ചൊരു 3 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ടാവും. ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് ഒന്ന് ചൂടാക്കി തിളപ്പിച്ചെടുക്കണം കേട്ടോ. ബട്ടറും പാലും കൂടി തിളപ്പിച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ബാറ്റർ ഒരു ബൗളിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് അരിച്ചിട്ടെടുക്കാം കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാൻ ഒത്തിരി ഒന്നുമില്ല. 1 കപ്പ് മൈദപ്പൊടിയാണത്, ഒരു പിഞ്ച് സോഡാപ്പൊടിയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഇതിലേക്ക് ചേർത്തെടുത്തിട്ടുള്ളത്. ഈ 3 ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്ത് ബാറ്ററിലേക്ക് ഇട്ടെടുക്കാം. ഇനി ഇതുപോലത്തെ ഒരു പരന്ന സ്പാച്ചുല അല്ലെങ്കിൽ പരന്ന തവ എന്തെങ്കിലും വെച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ബാറ്ററുമായിട്ട് കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ആയ ശേഷം നമ്മൾ ചൂടാക്കി വെച്ച പാലും ബാറ്ററും കൂടിയുള്ള മിശ്രിതം ഇതിലേക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 2 ബാറ്ററും കൂടി നന്നായിട്ട് യോജിക്കുന്നത് വരെ സ്പാച്ചുല ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ, നമ്മുടെ കേക്കിന്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസി ആണ് കേട്ടോ അത്. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 5 ഇഞ്ചിന്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ടിന്നിൽ നന്നായിട്ട് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്ത ശേഷം ബട്ടർ പേപ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ കട്ട് ചെയ്ത് വെച്ചുകൊടുക്കാം. ഞാനിവിടെ സാധാരണ നോട്ട്ബുക്കിന്റെ ഒരു പേജ് കീറിയിട്ട് അതാണ് വെച്ചുകൊടുത്തിട്ടുള്ളത്. അതിന്റെ അകത്തും ബട്ടർ തേച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പറാണ് എടുക്കണമെങ്കിൽ അകത്ത് തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കേക്ക് ടിന്നിലേക്ക് ബാറ്റർ വെച്ചെടുത്ത് ഇതേ രീതിയിൽ ബബിൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തട്ടിക്കളയാം. ഈ തവ ഞാൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചതാ കേട്ടോ. കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് അടി കട്ടിയുള്ളൊരു വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. അതിന്റെ അടിയിൽ ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാത്രം കമത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം ബാറ്റർ വെച്ച് കൊടുക്കാൻ. മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പൊ ക്ലീൻ ആയിട്ട് വരാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവും. ചൂടാറിയ ശേഷം നമുക്ക് കട്ട് ചെയ്യാം. ഉണ്ടാക്കി വെച്ച് നന്നായിട്ട് തണുത്ത ശേഷം സെർവ് ചെയ്യാം കേട്ടോ. പിറ്റേന്ന് എടുക്കാന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. നല്ലൊരു പൈനാപ്പിൾ ഫ്ലേവർ ആട്ടോ വരുന്നത്. പിന്നെ എഗ്ഗ്, ബട്ടർ, മിൽക്ക് ഒക്കെ ചേർന്നിട്ട് നല്ലൊരു റിച്ച് ഫ്ലേവറാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടാം. നമ്മൾ നിത്യവും വീഡിയോസ് 1-2 വെച്ചിടുന്നുണ്ട്. വീഡിയോസ് കാണുന്ന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു.